അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്നൊരു ഹോം മെയ്ഡ് പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ നിഖിലിൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്, അതായത് എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. അപ്പം അമ്മ ഇതുപോലെ കുറേ അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്, അതായത് ഫുഡ് റെസിപ്പീസ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അമ്മ ഉണ്ടാക്കണേൽ പിസ്സ എന്ന് പറഞ്ഞ സംഭവം. അപ്പം നമ്മളത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അമ്മനെ അധികം കാണിക്കുന്നില്ല, നമുക്ക് ഇഷ്ടമില്ല വീഡിയോയിൽ വരാൻ. എന്നാലും ഞാൻ ഒരു പീസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് അമ്മയുടെ, അതെ ആഡ് ചെയ്യുന്നുണ്ടായിട്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. നമുക്ക് അടിപൊളി പിസ്സയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാവേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ എടുത്തത് ഞാനാണ്. അപ്പോൾ അധികമൊന്നും നമ്മളെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മറിയാമുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറിയാമ്മ നോക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് കുറേ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കാണണം. കുറച്ച് കുറ്റങ്ങളുണ്ടാവും, അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണേ. പക്ഷെ നിങ്ങൾ പിസ്സ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിസ്സയാണ്. വീഡിയോ കണ്ടാലും അതിനായിട്ട് നമ്മ ഒരു കപ്പിൽ 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈസ്റ്റും ഒരു കുഞ്ഞു കുപ്പിയിലെ പകുതി ഈസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് അതിലേക്ക് ഇടാൻ നല്ലോണം ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അമ്മയാണ് കേട്ടോ ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. ഞാൻ വീഡിയോ എനിക്കറിയാൻ പാടില്ല, അമ്മയാണ് ഇതെനിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 കപ്പോളം എലൈറ്റിന്റെ മൈദ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല മൈദ ചേർക്കാൻ നോക്കണം, എന്നാലേ നമ്മുടെ ഡോ അടിപൊളിയായിട്ട് വരത്തുള്ളൂ. എന്നുവെച്ചാൽ നല്ല സോഫ്റ്റ് ഡോ അല്ലെങ്കിൽ നല്ല മൈദപ്പൊടി തന്നെ എടുക്കണം. അപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഈ ഡോന്റെ പ്രത്യേകത നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഈസ്റ്റും ഈ വെളിച്ചെണ്ണയും വെള്ളമൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ആ ഡോയിലേക്ക് നല്ലോണം ഈവൻലി മിക്സായി കിട്ടണം. അപ്പോൾ ദേ ഒരു ചപ്പാത്തി മാവിനെക്കാളും ലൂസായിട്ടാണ് കേട്ടോ ഇതെടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഡോ ആക്കി വെക്കണം. ഇതിനെ ഇത്തിരി കൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലിൽ പൊത്തി നമ്മൾ വെക്കുന്നത്. ഇത് നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. എന്നാലേ ഒരു മിനിമം 8 മണിക്കൂർ വേണം ഈ ഡോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങൾ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചേക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ എന്നുള്ള കണക്കിലേക്കാണ് എടുക്കുന്നത്. അതിനൊക്കെ ഒരു നനഞ്ഞ തുണിയും കൂടി ഞങ്ങൾ കുക്കറാണ് എടുത്തേക്കുന്നത്, ഞങ്ങൾ കുക്കറാണേ. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഇത്രയും പൊങ്ങി നിപ്പുണ്ട് സംഭവം. നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ച ഡോയാണ്. ഇതൊന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നല്ലവണ്ണം കുഴച്ച് 3 പാർട്സ് ആക്കി എടുക്കുവാണ്. എന്ന് വെച്ചാൽ 3 ഡോക്ക് ഉള്ളതായിരിക്കാം, 3 ഡോ ആക്കാം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമ്മൾ നല്ലോണം ഇച്ചിരി വെള്ളം വെച്ച് നനച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ചിട്ടാണ് 3 പാർട്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ കുഴച്ചപ്പം കൈ നല്ലോണം കഴുകിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. എന്ന് വെച്ചാൽ അറിയാലോ, ഹൈജീൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ നല്ലോണം കൈയൊക്കെ കഴുകിയിട്ടാണോ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു പാനാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ഡോ ഡിവൈഡ് ചെയ്ത് വെച്ചത് പരത്തിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം നല്ല രീതിക്ക് ഇതിങ്ങനെ പരത്തി ഇങ്ങനെ കൊണ്ടുവരണം. അമ്മ ആണ് ഇത് ചെയ്യുന്നത്. അമ്മ നല്ലോണം പരത്തി എടുക്കുന്നുണ്ട്. മാക്സിമം കട്ടി കുറച്ചുണ്ടാക്കുക. നമ്മളിപ്പോൾ കട്ടിയിൽ ഇത്തിരി എടുത്തു പോയി, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കട്ടി കുറച്ചുണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഡോ ആദ്യം നല്ലോണം റൗണ്ടിൽ പരത്തിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തണം, അല്ലെങ്കിൽ അതിൽ ബബിൾസ് വരും. അപ്പോൾ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് കുത്തി കൊടുക്കുന്നത്. അത് ഇത്തിരി നേരം 5 മിനിറ്റത്തേക്ക് നമുക്ക് നോക്കാം കേട്ടോ. അതിനൊരടപ്പ് കൊണ്ട് മൂടി വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ശരിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പിസ്സക്ക് വേണ്ട ക്യാപ്സിക്കം, സവോള,
തക്കാളി, പിന്നെ ചീസ്, മൊസറല്ല ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ അമ്മ. ഡോയിൻ വേവിച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഡോയിലേക്ക് നമ്മൾ ചില്ലി സോസ് പുരട്ടിയതും നമ്മൾ എടുത്തിട്ടില്ല. ടൊമാറ്റോ കെച്ചപ്പാണ് ഇപ്പൊ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലോണം പിസയുടെ എല്ലാ ഡോയിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുക. പിന്നെ വേവിച്ച ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കൻ ആട്ടോ ഇത്. അതിങ്ങനെ പീസാക്കി എല്ലായിടത്തേക്കും നല്ലോണം പരത്തി വെക്കുക. ചിക്കൻ കൂടുതൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ ചീസ് വിട്ടിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത ശേഷം ചീസ് ഇട്ടു. അതിന് നമ്മൾ തക്കാളി, ക്യാപ്സിക്കം ഇട്ടു. അതിനുശേഷം പിന്നെയും നമ്മൾ ഒരുപാട് ചീസ് ഇടാം കേട്ടോ. ചീസ് നല്ലോണം എത്രത്തോളം ഇടാമോ അത്രത്തോളം ടേസ്റ്റ് നമുക്ക് വരും. നമ്മളിപ്പോ ചീസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വലിഞ്ഞില്ല കേട്ടോ, ലാസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഒറിഗാനോ ഇടണം കേട്ടോ. ഒറിഗാനോ ഇട്ടത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ പിസ്സ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ. പക്ഷെ ചീസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നല്ലോണം വലിഞ്ഞു വന്നില്ല. പക്ഷെ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നിഖില് കട്ട് ചെയ്യണേ കേട്ടോ. ചൂടോട് തന്നെ കട്ട് ചെയ്യണം. എനിക്ക് പറയുമ്പോൾ പോലെ എനിക്ക് വായിന്ന് വെള്ളം വരുവാണ്. നല്ല ടേസ്റ്റുള്ള പീസാണ്. നിങ്ങൾ എല്ലാവരും എന്ത് വന്നാലും ട്രൈ ചെയ്യണം. അതിൻ്റെ ഒരു പീസ് തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനിനി ഇത് കഴിക്കാൻ പോകാം കേട്ടോ. ഞാൻ കഴിക്കുന്ന വീഡിയോ മര്യാദക്ക് നിഖിൽ എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്ത് ടേസ്റ്റാണെന്നറിയോ. പക്ഷെ നല്ല ചൂടുകൊണ്ട് എൻ്റെ വായ അങ്ങ് പൊള്ളിപ്പോയി. അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങ് മാറിപ്പോയി. പക്ഷെ ടേസ്റ്റ് ആണ് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെയും നമ്മൾ കുറേ ഇങ്ങനത്തെ ഫുഡ് വീഡിയോസും അല്ലാത്ത വീഡിയോസും നമ്മൾ ഇറക്കുന്നുണ്ട്.